ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു എക്സൈറ്റിംഗ് സാധനം പറയാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു കോണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു മത്സരാർത്ഥി, ഒരു കപ്പിളായിട്ടാണ് പോകുന്നത്, ഒറ്റ സിംഗിൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ പിന്നെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരു ലെസ്ബിയൻ കപ്പിൾ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അറിയൂല കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്താവും നോക്കുള്ളത്. മാക്സിമം ഞങ്ങൾ റിയൽ ആയിട്ട് തന്നെ നിന്ന് കളിക്കുകയേ ചെയ്യുള്ളൂ. അത് നമ്മൾ എല്ലാവരും പറയുന്നതാണ് റിയൽ ആയിട്ട് കളിക്കത്തുള്ളൂ. പക്ഷേ ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ അത് അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എനിവേസ് അത് ഞങ്ങളെ വീഡിയോസ് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ മതി. ഞങ്ങളല്ലാണ്ട് നിൽക്കാൻ പറ്റൂല. അത് നമ്മളിപ്പോൾ ഞങ്ങൾ കണ്ടേക്കുന്നത് യൂട്യൂബിലുള്ളവർ കൂടി പോയ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലാണ് കണ്ടേക്കുന്നത്. അതിൽ ഞങ്ങളെ 24/7 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക ഞങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്. ഇപ്പോൾ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് നോക്കുക. ഡ്രസ്സും കാര്യങ്ങളൊന്നും ഒന്നും വെക്കുന്നില്ല. ഉള്ളിൽ പോയിട്ട് നമുക്ക് വല്ല സ്ട്രാറ്റജി ഉണ്ടാവും നമുക്ക് പറയാനും പറ്റൂല. ആസ് ഓഫ് നൗ ഒന്നുമില്ല. കാരണം ഞങ്ങളും ഭയങ്കര പ്ലെയിൻ ഷീറ്റ് ആയിട്ടാണ് പോകുന്നത്, അങ്ങനെ വേണം പറയാൻ. ബിക്കോസ് ഞങ്ങൾക്ക് സത്യം പറയാനായാലും സ്ട്രാറ്റജി പോയിട്ട് നേരത്തെ നിൽക്കാൻ പോലുള്ള സമയം ഉണ്ടായില്ല. എല്ലാം തന്നെ ഒരു ലാസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ ഓൾ എത്ര കുറേ നാൾ നിൽക്കും അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ പോയിട്ട് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ നമുക്ക് ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ അതിന് എന്താവും എന്ന് നമുക്ക് നോക്കാം. ചേട്ടൻ്റെ കുളർ. അപ്പോൾ എനിക്ക് ഇതാണ് ഞാൻ പിന്നെയും പറയുന്നത്, ഞങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഞങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും കണ്ടു നോക്കുക, അറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പാരൻസിനെ പറ്റി പറയുന്നത്, അത് പറയുന്നത്. എല്ലാത്തിനും ലൈക്ക് മേ ബി ഞങ്ങൾ ഇവിടെ ഒന്നും ഷെയർ ചെയ്യാത്തൊരു സ്റ്റോറി അവിടെ ഷെയർ ചെയ്താലോ, മേ ബി. അപ്പോൾ കണ്ടു നോക്കുക, കണ്ടതിന് ശേഷം മാത്രം ജഡ്ജ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേസ് ആയിരിക്കും ഇനി അങ്ങോട്ട്. ഇനി നിങ്ങൾ ഞങ്ങളെ ആ ഒരു സ്ക്രീനിലാണ്, ഹോട്ട്സ്റ്റാറിലും TV-യിലൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. പക്ഷേ ബിഗ് ബോസ് എന്നുള്ളൊരു സംഗതി ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലോ ഞങ്ങളുടെ ലൈഫിലോ തന്നെ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയായിരുന്നു. എന്തായാലും കാണാം അല്ലേ. നിങ്ങൾ എന്തായാലും നമ്മളെ കാണും. നമ്മളെല്ലാ മൊമെൻറ്റ്സും അതിൽ നിന്ന് വാച്ച് ചെയ്യപ്പെടുകയാണ്. സോ എല്ലാവർക്കും കാണാൻ പറ്റും. ഞങ്ങൾ വിചാരിക്കുന്ന കുറേ പറ്റി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നത്, അതിൽ പോയ റിലേഷൻഷിപ്പ് പോകും വേറൊരാളോട് ഇഷ്ടം തോന്നുന്നൊക്കെ. നമ്മൾ ഒരാളോട് എല്ലാവരുടെയും കോൺസെപ്റ്റും പോയിന്റ് ഓഫ് വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മൾ ഒരാളോടത്ത് ലോയലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളോട് അങ്ങനെ തോന്നില്ല എന്നൊരു ഇതാണ്. കാരണം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഒരു 7 വർഷം ആയി. അപ്പോൾ എല്ലാ കുറേ റിലേഷൻഷിപ്പ് 20 വർഷമായതൊക്കെ ബ്രേക്കപ്പ് ആവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ കാര്യം നമ്മളെ പറ്റിയിട്ടൊരു മതിപ്പും നമ്മളെ പറ്റിയിട്ടൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോയാലിറ്റി എന്താണെന്ന് മേ ബി ഞങ്ങളായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറേ പേർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. കുറേ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. അതിന് ശേഷമാണ്. എന്നിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന എല്ലാവരും ബിഗ് ബോസിൽ ഉണ്ടാവണം എന്നൊന്നുമില്ല. അതുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാതും ഒരു തലയിലെഴുത്ത് പോലെ എന്തായിരിക്കും അറിയത്തില്ല. മേ ബി നെഗറ്റീവായിട്ടായിരിക്കും ഞങ്ങൾ പുറത്ത് കാണുക, ആൾക്കാരെടുക്കുക. മേ ബി പോസിറ്റീവായിട്ടായിരിക്കും. പക്ഷേ എന്തായിട്ടാണെങ്കിലും ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നമ്മളെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആരെങ്കിലും മിസ്സായി പോയാൽ അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം പറഞ്ഞ നന്ദി, അത്രേ പറയാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. ബിക്കോസ് ഞങ്ങൾക്കെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളും അല്ലാതെ വേറെ ആൾക്കാരും
നമുക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തൊക്കെ ചെയ്ത് തരുമ്പോൾ ഭയങ്കര സന്തോഷവും എന്താ പറയുക എന്തോ വേറെ ഏതോ രാജ്യത്ത് കൊണ്ടുകൊണ്ട് ചേർന്നു. നമുക്ക് പിന്നെ എല്ലാവരോടും ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ പണ്ടൊക്കെ സൗദിയിലൊക്കെ പോകുമ്പോഴാണ് എല്ലാവരോടും കൂടി ഇങ്ങനെ അങ്ങനെയൊക്കെ അല്ല, അത് നമ്മൾ രണ്ടുപേരും മാത്രമാണല്ലോ. അപ്പോൾ ഇങ്ങനെ അതല്ലാതെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ പിന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ ഞങ്ങളെ സിബ്ലിങ്സ് ഞങ്ങളെ കൂടെ ഇല്ല. സോ ഞങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ല ഇല്ല, കോണ്ടാക്ട് ഇല്ല, കൂടെ ഇല്ല. സോ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓലെന്തായാലും അറിയും, ഞങ്ങൾ ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായാലും അറിയും. ദേ വിൽ ബി സോ ഹാപ്പി മോർ ദാൻ എനി വൺ. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓലെ കാണാൻ പറ്റും അറ്റ് ഏതെങ്കിലും സാഹചര്യം, പറയാൻ പറ്റൂല, കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊക്കെ ഇതൊക്കെയാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ്. ഇന്ന് ഇനിയിപ്പോൾ റെഡി ആയിട്ട് പോകണം. ഇന്ന് നമ്മൾ ഹൗസിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. അതിന് മുന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ള് സത്തൊന്നും പോകത്തില്ല. നമ്മൾ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും വരും. നിങ്ങളെ ഭയങ്കര ഒരു ഡ്രൈ ലാൻഡിലോട്ടൊന്നും നമ്മൾ അയക്കുന്നൊന്നുമില്ല. എന്തായാലും നമ്മളെ കാണാൻ പറ്റും. ഞങ്ങൾക്കായിരിക്കും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കാണാൻ പറ്റാത്തത്. ഇറങ്ങി വന്നാൽ അതും പറ്റും. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ജേണിയാണെന്ന് വിചാരിക്കുന്നു, ആവുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, നമ്മളതൊന്ന് പാഠം പഠിച്ചു. പോസിറ്റീവ് ആണെങ്കിൽ യെസ് കിട്ടിയോ, അതും ഒരു പാഠമാണ് അല്ലേ, എല്ലാം ഒരു ലെസൺ ആണ്, ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഹൗ ഇറ്റ് ടേൺസ്, എങ്ങനെയാവും എന്നൊക്കെ നോക്കാം. എന്തായാലും എക്സൈറ്റഡ് ആണ് ലാലേട്ടനെ കാണാനൊക്കെ. അതാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞങ്ങളെ ലൈഫിൽ ഒരു ഡ്രീം, എന്താ പറയുക, ഞങ്ങൾ ഞങ്ങളെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ പഠിച്ചവനെ, നമ്മൾ നാളെ ആരാ കാണാൻ പോകുന്നത്, എന്താ ചെയ്യുക, എന്താ പറയുക. മൊത്തത്തിൽ എന്താ പറയുക, ഫുള്ളി എക്സൈറ്റഡ് ആണ്. എന്താവും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ട്. കുറേ പേരൊക്കെ നമ്മൾ കേൾക്കുന്നൊക്കെ ഉണ്ട്, പേരൊക്കെ പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലേ. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലോ ഇങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഒറ്റ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുമല്ലോ. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്തെങ്കിലും ഞങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. എന്താ പറയുക, ഞങ്ങൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. പ്രതികരിക്കാണ്ട് ഇങ്ങനെ നിൽക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ. ഈ സീസണിൽ വാഴകളാവാനുള്ള ഉദ്ദേശമില്ല. നമുക്ക് ലാസ്റ്റിലോട്ട് അറിയാനായിരിക്കും വാഴ ഓഫ് ദി സീസൺ ഒക്കെ കിട്ടുകയെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. കാരണം നമ്മളൊരു സിറ്റുവേഷനിൽ ഇട്ടാലല്ലോ നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഫോണൊന്നും ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും. അതെ, ഞങ്ങൾക്ക് ഇപ്പോഴും അത് ഒരു ഐഡിയ കിട്ടുന്നില്ല ഫോണില്ലാണ്ട്. ഞങ്ങൾ 24 മണിക്കൂർ ഫോണിൽ വെറ്റെടുക്കുന്ന ആൾക്കാർ. സോ അതില്ലാണ്ട് എങ്ങനെ നടക്കും? ഓ മൈ ഗോഡ്. ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് കായികപരമായും നിയമപരമായിട്ടും അങ്ങനെ വൾഗറായിട്ടുള്ള സംഭവങ്ങളിൽ നമ്മൾ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാർ ഇതാക്കാൻ നമ്മൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അപ്പൊ ഞങ്ങള് പറയാണ്, ലൈക്ക് നമ്മൾ ഇപ്പൊ റിയാക്ട് ചെയ്തു ഇൻ എ ഗുഡ് വേ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തോ, നോ പ്രോബ്ലം. റിയാക്ട് ചെയ്തോട്ടെ. വൾഗറായിട്ട് ഞങ്ങളെ പിക്ചറൈസ് ചെയ്ത് വൃത്തികേടുകൾ പറയുന്ന കുറെ എന്താ പറയാ പറയുന്നില്ല. കാരണം എനിക്ക് വീഡിയോയിൽ നല്ലതിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ഇടുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ. ബിക്കോസ് അത് ഞങ്ങൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അല്ല, നമ്മുടെ ആക്സെപ്റ്റൻസ് നോക്കേണ്ട കാര്യമില്ല പറയുമ്പോൾ. ഒരു എന്താ പറയാ, ന്യൂട്രലായിട്ട് നല്ല രീതിക്ക് ക്രിട്ടിസൈസ് ചെയ്ത് പറയാം. ന്യൂട്രലായിട്ട് നല്ല രീതിക്ക്. അവർക്ക് ബിഗ് ബോസ് പോയിട്ട് ബൾബ് അടിച്ച് പോയിക്കുന്നതാണ് നിങ്ങൾ മൈൻഡാക്കണ്ട. പിന്നെ മുടിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയണം. ഞങ്ങൾ കളറൊക്കെ ചെയ്ത് കുട്ടപ്പികളായി സുന്ദരം. എൻ്റെ വൂൾഫ് കട്ട് അടിച്ചതാണ്. പക്ഷേ വൂൾഫ് കട്ട് അടിച്ചടിച്ച് ഞാനൊരു വൂൾഫും അല്ല ചെന്നായ അല്ലാത്ത രീതിക്കായിപ്പോയി. അതായത് അപ്പം അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ട് നോക്കുമ്പോൾ ഇത് ഇത്തിരി മെനയുണ്ട്. മറ്റേ മെനില്ലേലും മെനകേടില്ല. എൻ്റെ മുടി നീണ്ടോ ഇനി? എൻ്റെ മുടി ഇത്ര അല്ല അതിനുള്ളത്. നീ എക്സൈറ്റഡ് ആയിട്ട് മുടിക്ക് നീണ്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പോൾ നമുക്കിനി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണാം ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ DM ഇടെല്ലാം നമ്മൾ വന്നിട്ട് ഇരുന്ന് വായിക്കും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഇഷ്ടം മാത്രം.